ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വലിയ സ്നേഹമൊക്കെ അനുഭവിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയ ദിവസത്തിന്റെ അവസാന ദിനത്തിലെത്തി നിൽക്കുകയാണ്. നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിന് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനകളും ജപമാലകളും ഒരുക്കങ്ങളും എല്ലാം നടത്തി നമ്മുടെ എല്ലാ വേദനകളും ഭാരങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ജപമാല, ഈ പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയ പ്രതിഷ്ഠയുടെ അവസാന ദിവസത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പം നമുക്ക് കുറച്ചുകൂടി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ അതുകൂടി വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്ന് കുമ്പസാരിക്കാൻ പറ്റിയാൽ ഒന്ന് കുമ്പസാരിക്കാം. സാധിക്കുമെങ്കിൽ നാളെയും ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മയുടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. 33-ാം ദിവസത്തിന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം വിമല ഹൃദയ പ്രതിഷ്ഠ കൂടി നമ്മൾ നടത്തിയാണ് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുക, പ്രിയപ്പെട്ടവരെ. അപ്പം ഈ ദിവസം കർത്താവിന്റെ വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ നമ്മളെപ്പോഴും ഈശോയിലേക്കാണ് ആനയിക്കുക, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ അമ്മയോടുള്ള പ്രാർത്ഥന ഈശോയിലേക്ക്, വിശുദ്ധ ബലിപീഠത്തിലേക്ക്, യഥാർത്ഥ വിശുദ്ധിയിലേക്കൊക്കെ നമ്മളെ നയിക്കണം. സങ്കീർത്തനം 43-ാം അധ്യായം 3-ാമത്തെ വചനത്തില് സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ, അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ബലിപീഠത്തെങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് തന്നെ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദമായ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു യാത്ര മാത്രമാണ്. അതിനുള്ള നമ്മുടെ ജീവിതത്തിന്റെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ചില തയ്യാറെടുപ്പുകളുടെ ഒരു ഭാഗം മാത്രമാണ് വിമലഹൃദയ പ്രതിഷ്ഠയുമെല്ലാം. ഇപ്പൊ നമ്മളുടെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ ചെയ്യുന്നതിലൂടെ ആഗ്രഹങ്ങളുടെ നിവൃത്തീകരണം എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കരണം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ആ യാത്രയെക്കുറിച്ചുള്ള ആഴമായൊരു ബോധ്യം, സ്വർഗത്തോട് ചേർന്ന് സ്വർഗത്തിലെത്തി ജീവിക്കാനുള്ള ഒരു കൃപ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാം നമ്മുടെ ഏത് ഭക്താനുഷ്ഠാനങ്ങളും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ ത്വരിതപ്പെടുത്തുന്നതായിരിക്കണം, അതിന് കുറച്ചുകൂടി ബലം കിട്ടുന്നതായിരിക്കണം, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അവസാന ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിലൂടെ കടന്നു പോയെങ്കിൽ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോടൊത്ത് ഈശോയെ ആരാധിക്കാനുള്ള കൃപ, സ്വർഗത്തിലെത്തി ആരാധിക്കാനുള്ള കൃപ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠ അവസാനത്തെ ദിവസം നമ്മൾ ആദ്യം പരിശുദ്ധ അമ്മ വഴി ഈശോയോട് ചോദിക്കേണ്ടത് അത് തന്നെയാണ്: ഞങ്ങളെല്ലാവരും എനിക്ക് സ്വർഗത്തിലെത്താനുള്ള കൃപ, ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ എനിക്ക് തരണം. രണ്ടാമതായി വിമലഹൃദയ പ്രതിഷ്ഠ സമാപിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിനു വേണ്ടി അനേകം ആത്മാക്കളെ നേടുന്നവളാണ്. പരിശുദ്ധ അമ്മ നേടിയവളുമാണ്. അപ്പോൾ നമ്മുടെയും ജീവിതം കൊണ്ട് എന്നെപ്പോലെ എനിക്ക് മറ്റുള്ളവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ആത്മീയ കൃപകൾ തരണം, സുവിശേഷ വേലയ്ക്കുള്ള കൃപ തരണം. നമ്മൾ പരിശുദ്ധ അമ്മയോട് ഇന്ന് ചോദിക്കണം: അമ്മേ മാതാവേ, എനിക്ക് ആത്മാക്കളെ നേടാൻ, സുവിശേഷ വേല ചെയ്യാനുള്ള വലിയ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ലോകത്തില് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്, അവരെല്ലാം നേടിയെടുക്കണം. അതുകൊണ്ട് ആത്മാക്കളെ നേടാനുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കണം, സ്വർഗത്തിലെത്തിച്ചേരാനും ആത്മാക്കളെ നേടിയെടുക്കാനും എല്ലാം എനിക്കും നിങ്ങൾക്കും വേണ്ടത് വലിയ വിശുദ്ധിയുടെ ഒരു കൃപയാണ്. ആ വലിയ വിശുദ്ധി, ശരീരത്തിലെ വിശുദ്ധി, മനസ്സിലെ വിശുദ്ധി, ആത്മാവിൽ വിശുദ്ധി, അത് അമ്മേ മാതാവേ ഇതിലൂടെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നാലാമതായി പരിശുദ്ധ അമ്മയോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതം. ആഴമായൊരു പ്രാർത്ഥനാ ജീവിതം അമ്മേ മാതാവേ എനിക്ക് തരണേ. എൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയായി പരിശുദ്ധ അമ്മ പ്രാർത്ഥനയുടെ അമ്മയാണ്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കൂടി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപ ഈ ദിവസം, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സമാപന ദിവസത്തിൽ നമ്മളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വലിയ പ്രസൻസ്, വലിയ മധ്യസ്ഥം ഉണ്ടാവട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.